السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أعز بن يسار المزني رضي الله عنه قال قال رسول الله صلى الله عليه وسلم يا أيها الناس توبوا إلى الله واستغفروه فإني أتوب في اليوم 100 مرة. റവാഹു മുസ്ലിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. തൗബ വാജിബത്താണ്. മിൻ കുല്ലി ദംബിൻ, എല്ലാ പാപങ്ങളിൽ നിന്നും തെറ്റുകുറ്റങ്ങളിൽ നിന്നും ന്യൂനതകൾ പരിഹരിച്ചു കിട്ടാൻ അള്ളാഹുവിന്റെ അരികിൽ നിഷ്കപടമായ ഹൃദയവുമായി ചെന്ന് അണയാൻ അള്ളാഹു തൻ്റെ അടിമക്ക് വെച്ച ഒരു ഉപാധിയാണ് തൗബ ചെയ്യുക എന്നുള്ളത്. അത് വ്യത്യസ്തമായ രൂപങ്ങളിലൂടെ മനുഷ്യരോടാണെങ്കിൽ, അള്ളാഹുവിനോട് മാത്രമാണ് എങ്കിൽ എന്നിങ്ങനെ രണ്ടു തരമുണ്ട്. അള്ളാഹുവിനോട് മാത്രമാണ് ഉള്ളത് എങ്കിൽ അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് തീരാവുന്ന കേസേ ഉള്ളൂ. പിന്നെ ആ തെറ്റിലേക്ക് മടങ്ങരുത്. ചെയ്തു പോയ തെറ്റിൽ ഖേദവും ഉണ്ടാകണം. മനുഷ്യരാണെങ്കിൽ അയാളുടെ ഹക്കും ഇടപാടുകളും ആദ്യം തീർത്തിട്ട് വേണം പിന്നെ പോയി പൊരുത്തപ്പെടിക്കാൻ. എന്നിട്ട് റബ്ബിനോട് കൂടി തൗബ ചെയ്താൽ അത് ക്ലിയറായി. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 66-ാമത്തെ സൂറത്തു തഹ്രീം 8-ാമത്തെ ആയത്തിലൂടെ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നത്. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ടുന്നത് ആത്മാർത്ഥമായിട്ടായിരിക്കണം, മനസ്സിൽ തട്ടിയായിരിക്കണം. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വിങ്ങലോടുകൂടി റബ്ബിനോട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ക്ഷണനേരം പോലും അള്ളാഹു മടിച്ചു നിൽക്കൂല. അത് അപ്പൊ തന്നെ ക്ലിയർ ചെയ്യും. തൗബയുടെ ദിനങ്ങളാണ് നമ്മളിൽ നിന്ന് ഓരോന്നോരോന്നായി കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ എന്നിവ കൊഴിഞ്ഞു വീഴേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുക, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, തൂബു ഇലല്ലാഹി, നിങ്ങൾ അല്ലാഹുവിനോട് തൗബ ചെയ്യുവീൻ, വസ്തഗ്ഫിറൂഹു, അവനോട് വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക, ദുആ ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് വിളിക്കപ്പെടുന്ന ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖ് എന്ന് പറഞ്ഞതുകൊണ്ട് വിവക്ഷിക്കുന്നത് അതാണ്, ഏറ്റവും ഉത്കൃഷ്ടൻ. ആ ഉത്കൃഷ്ടനായ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സവിശേഷത പറയാം. ഫഇന്നി അതൂബു, തീർച്ചയായും ഞാൻ തൗബ ചെയ്യാറുണ്ട്, ഫിൽ യൗമി, ഒരു ദിവസത്തിൽ 100 മറത്തിൻ, 100 പ്രാവശ്യം, 100 തവണ അള്ളാഹുവോട് വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി, മാപ്പപേക്ഷിക്കുന്നതിന് വേണ്ടി, പൊറുക്കലിനെ തേടുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമയം കണ്ടെത്തുകയും അങ്ങനെ വിനയാന്വിതനായി റബ്ബിന്റെ മുൻപിൽ മാപ്പിന് വേണ്ടി യാചിക്കുകയും ചെയ്തുവെങ്കിൽ സൃഷ്ടികളിലെ ഏറ്റവും ദുഷിച്ച സയ്യിഅത്തുൽ അഖ്ലാഖ്, സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഇടപാട് കൊണ്ടും ഏർപ്പാട് കൊണ്ടും ഒക്കെ സ്വന്തം ഭാര്യയ്ക്ക് പോലും ഇഷ്ടമില്ലാത്ത നമ്മൾ, സ്വന്തം മക്കൾക്ക് പോലും കണ്ടുകൂടാത്ത പിതാക്കൾ, മാതാപിതാക്കൾക്ക് ഇത്രയധികം പ്രയാസവും ബുദ്ധിമുട്ടും സൃഷ്ടിക്കുന്ന മക്കൾ, ഇങ്ങനെ തൊട്ടയൽവാസിക്ക് പറ്റാത്ത, കൂട്ടുകാർക്ക് പറ്റാത്ത, ആർക്കും പറ്റാത്തവനായി, വെറുക്കപ്പെട്ടവനായി ജീവിക്കുന്ന നമുക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ എന്തിനാ മടി? ആ റബ്ബ് പറയുന്നു, എന്നിലേക്ക് ഉയർത്തിയ കയ്യിനെ തട്ടിക്കളയുകയില്ല. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത റബ്ബിലേക്ക് ഇരു കൈയും ഉയർത്തി, ആരുമറിയാതെ, ആരെയും കാണിക്കാതെ, ആരുമറിയാതെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ റബ്ബിനോട് ആരുമറിയാതെ തന്നെ പറഞ്ഞ് പാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ അബദ്ധങ്ങളും, അനർത്ഥങ്ങളും, തെറ്റും കുറ്റവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോകത്തും
ഈ ലോകത്ത് മറച്ചു വെച്ചതുപോലെ തന്നെ നാളെ പരലോകത്തും മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾ, പ്രയാസമുള്ള ആളുകൾ, പ്രായാധിക്യമുള്ള ആളുകൾ, ഷാഫിയായ റബ്ബ് രോഗികളായ ആളുകൾക്ക് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു അവർക്കും നമുക്കും മരണം വരെയും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈമാനോടുകൂടി, ഇഖ്ലാസോടുകൂടി, തഖ്വയോടുകൂടി, ഖുശൂഅോടുകൂടി ജീവിക്കുവാനും മരണം വരെയും ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന സക്രാത്തുൽ മൗത്തിന്റെയും ഗബറാത്തുൽ മൗത്തിന്റെയും പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷിക്കുകയും അഫ്ദലുൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് കണ്ണടക്കുകയും ചെയ്യാനുള്ള മഹാഭാഗ്യം നൽകുന്നവരിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമളാനിൽ നാം നിർവഹിച്ച നമ്മുടെ സ്വലാത്ത്, ഖിയാം, സദഖ തുടങ്ങിയ എല്ലാ അമലി സ്വാലിഹാത്തുകളും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുകയും വന്നുപോയ ന്യൂനതകൾ പരിഹരിച്ച് നമ്മെ കൂടുതൽ ഉന്മേഷത്തോടുകൂടി വരാനിരിക്കുന്നതിന്റെ രാത്രങ്ങളെ സ്വാഗതം ചെയ്യാനും സ്വീകരിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.